അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദം ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഏട്ടനും പൊന്നമ്മളൊക്കെ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നോയമ്പ് മുറിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കി നോയമ്പ് മുറിക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും ചിക്കനും മുട്ടയൊക്കെ എത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ പൊന്നമ്മളി കാലത്ത് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി വേണം, മുട്ട പുഴുങ്ങിയത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ചിക്കൻ വീട്ടിൽ കൊടുക്കുന്നത് ചിക്കൻ 2-3 പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ട് അതിലേക്ക് വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നന്നായി കഴുകുകയാണ് ചിക്കൻ്റെ ബ്ലഡ് നന്നായി പോയി കിട്ടും. അത് കഴിഞ്ഞപ്പോൾ റൈസ് വേവിക്കാൻ വെക്കുകയാണ്. അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ റിഫൈൻഡ് ഓയിലായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ലെമൺ സ്ക്യൂസ് ചെയ്ത് ആ തൊലിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയില അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈസിൻ്റെ കൂടെ തന്നെ മുട്ട വേവിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ദം ബിരിയാണി റെഡിയാക്കുന്നത് ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുക. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഏട്ടൻ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് മാത്രം വേവിച്ചതേ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ്റെ കാര്യങ്ങളും പിന്നെ ദം ബിരിയാണിയുടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചോർന്ന ഏട്ടനായിരുന്നു കേട്ടോ. ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയും പിന്നെ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് പകുതിയായിട്ടാണ് പകുതി വേവിച്ചെടുക്കണത്. എന്നിട്ട് നമ്മളതിനെ ഫ്രൈ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പൊന്നമ്പിളീനെ പോയി വിളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അംഗനവാടിയിൽ നിന്ന്. അപ്പോഴത്തെ സബോള ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വറുത്ത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ സബോള വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ പകുതി വേവിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതായത് ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെയാട്ടോ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് സബോള ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. ഒരു സബോള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമണമൊക്കെ മാറി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു പൂച്ച വന്നത് ഓടി വന്നിട്ട് ചിക്കൻ പീസ് എടുത്ത് ഓടുന്നുണ്ട് കേട്ടോ, ഒരു കുഞ്ഞിപ്പൂച്ച. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഇട്ടിട്ട് ഒപ്പാട്ട വഴറ്റിയെടുക്കണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ വറുത്ത് വെച്ച സബോളയും കുറച്ച് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സബോള വറുത്തതിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞോണം. ചോറും എന്ത് കിട്ടി മുട്ടയും എന്ത് കിട്ടി ഉടഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദമ്മിടാനുള്ള പാത്രം എടുത്ത് ഏട്ട റൈസ് അതിലേക്ക് ഇട്ടു. അതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തു. അതേപോലെ സബോള വറുത്തത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ലെയറായിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചോർന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉണക്കമുന്തിരിങ്ങ വറുത്തതും കാഷ്നട്ട് വറുത്തതും കൂടി ആഡ് ചെയ്യണം. എൻ്റെ ഇല്ലാത്ത ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ റൈസ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു പഴയൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ഈ പാത്രം കയറ്റി വെച്ചോർന്നത്. അതിൻ്റെ അടപ്പിൻ്റെ മേലെ നമ്മൾ വെയിറ്റ് വെക്കണം, എന്നാലാണ് ആവി കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 30 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ദം ബിരിയാണി റെഡി ആയിട്ട്. അപ്പോൾ ദം ബിരിയാണി ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. പൊന്നമ്പിളിയാണ് ചിക്കൻ കാല് കടിച്ച് വലിക്കുന്ന തിരക്കിലാണ്. ടാറ്റാ.